ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ. അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കും ഹൈപ്പും അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പം നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കണം. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രീകാന്ത് പ്രിയനെ എടുത്തോണ്ട് നിൽക്കുന്ന ഒരു സീന് വർഷ ആകെപ്പാടെ എന്തോ പോലെ ആയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ വർഷ ശ്രീകാന്തിന്റെ അടുത്തേക്ക് വരികയാണ്. വളരെയധികം ദേഷ്യത്തോടു കൂടി വരുന്നത്. ഏതെങ്കിലും ഒരു ഭാര്യ സഹിക്കുവോ? സ്വന്തം ഭർത്താവ് അന്യൊരു പെണ്ണിനെ എടുത്തോണ്ട് നിൽക്കുകയല്ലേ. അങ്ങനെ അടുത്തേക്ക് വന്നതും നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു, അത് പിന്നെ വർഷേ, ഞാന് പ്രിയനെ എടുത്തത് വേറൊന്നും കൊണ്ടും അല്ല, പ്രിയ സ്ലിപ്പായിട്ടൊന്ന് വീണു, ഇവിടെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുക, അതുകൊണ്ടാ. അപ്പോഴത്തേക്ക് നമ്മുടെ വർഷയ്ക്ക് ദേഷ്യം വരികയാണ് കേട്ടോ. ദേഷ്യം സഹിക്കുന്നില്ല. ഒന്നും മിണ്ടാതെ തിരിഞ്ഞ് നമ്മുടെ വർഷ പെട്ടെന്ന് തിരിഞ്ഞ് നടന്നങ്ങ് പോയി കേട്ടോ. പക്ഷെ മൈൻഡ് പോലും ചെയ്തില്ല. ദേഷ്യം വന്നിട്ട് തിരിഞ്ഞ് നടന്നു പോയി. വന്ന അതേപടി നമ്മുടെ വർഷ പോയി. അപ്പോഴത്തേക്കും നമ്മുടെ പ്രിയനെ ഒന്ന് ശ്രീകാന്ത് താത്തി അവിടെ ഇരുത്തി വെച്ചിട്ട്, ഞാൻ ഇപ്പൊ വരാം 1 മിനിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നേരെ വർഷയുടെ പുറകെ പോയില്ലെങ്കിൽ അറിയാലോ, ഭാര്യയല്ലേ ഏറ്റവും കൂടുതൽ പ്രാധാന്യം. അങ്ങനെ വർഷയുടെ പുറകെ പോയി. വർഷ എവിടുന്ന്? വർഷ ഒരു ഓട്ടോ വിളിച്ചാ വന്നത്. ആ ഓട്ടോയിൽ തന്നെ നമ്മുടെ വർഷ കയറി പോവുകയാണ് ചെയ്യുന്നത്. ശ്രീകാന്തിനാണെങ്കിൽ വർഷേനെ ആ ഒരു സമയത്ത് കിട്ടുന്നില്ല കേട്ടോ. വർഷ അങ്ങ് ഓട്ടോയ്ക്ക് കയറി അങ്ങ് പോയി. അപ്പം ശ്രീകാന്ത് വെറുതെ ആയി പോയി ഓടി വന്നത്. വർഷ അവിടെ നിൽക്കുക, വണ്ടി നിർത്തുക എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും വണ്ടി നിർത്തിയില്ല. വർഷ പെട്ടെന്ന് അങ്ങ് ആ ഓട്ടോയിൽ തന്നെ പെട്ടെന്ന് അങ്ങ് പോയി. അങ്ങനെ നമ്മുടെ പ്രിയയുടെ അടുത്ത് എത്തിയപ്പോഴത്തേക്കും പ്രിയ ചോദിച്ചു, അല്ല വർഷ പോയല്ലേ, വലിയ സംഭവം ആകുമോ ശ്രീകാന്ത്, ഇത് മോശമായി പോയല്ലേ, വേണ്ടായിരുന്നു. അതെന്താ അവള് പെട്ടെന്ന് പോയത്? അവക്ക് എന്തെങ്കിലും ഇഷ്ടക്കേട് വല്ലതും തോന്നി കാണൂലേ? അത് പിന്നെ അവള് വലിയ ദേഷ്യത്തിൽ തന്നെ, അവക്ക് ഇതൊന്നും ഇഷ്ടല്ല. അത് പിന്നെ നിന്നോട് ഭയങ്കര സ്നേഹം ഉള്ളത് കൊണ്ടായിരിക്കും ആ ദേഷ്യം വന്നത്. അവള് ചിലപ്പോൾ തെറ്റിദ്ധരിച്ച് കാണും, അത് തന്നെയാണ് പെട്ടെന്ന് പോയത്, അത് തന്നെയാ കാര്യം എന്ന് നമ്മുടെ പ്രിയ പറഞ്ഞപ്പോഴത്തേക്കും ശ്രീകാന്ത് പറഞ്ഞു, സാധാരണ അവൾ അങ്ങനെ വിചാരിക്കുന്നൊന്നും അല്ല, ഇതിപ്പോ എന്ത് പറ്റിയെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പ്രിയം പറഞ്ഞു, അല്ല നീ എന്നെ എടുത്തോണ്ട് നിൽക്കല്ലായിരുന്നോ, അത് ഒരു പെണ്ണിനും സഹിക്കത്തില്ലല്ലോ എന്ന് പറഞ്ഞപ്പം, അതൊന്നും സാരമില്ല, നീ പോട്ടെ, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പ്രിയ പറഞ്ഞു, വേണ്ട, എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ട, ഞാൻ തന്നെ പൊക്കോളാം. ഇപ്പൊ നീ ഒരു കാര്യം ചെയ്യ, നീ വർഷേനെ കണ്ട് സംസാരിച്ച് നിങ്ങളുടെ പ്രശ്നം അവസാനിപ്പിക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും, അതൊന്നും സാരമില്ല, അത് പിന്നെ എന്താന്ന് വെച്ചാൽ ചെയ്യാം, ഹോസ്പിറ്റലിൽ പോകാന്ന് പറഞ്ഞിട്ട് പ്രിയനെ എടുത്തോണ്ട് നമ്മുടെ ശ്രീകാന്ത് ഹോസ്പിറ്റലിലേക്ക് തന്നെ പോവുകയാണ് കേട്ടോ. കാരണം തെറ്റിദ്ധാരണ പിന്നെ ആണെങ്കിലും മാറ്റാം. അസുഖമായിട്ടിരിക്കുന്ന ഒരാളെ ശുശ്രൂഷിക്കുക അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നതാണല്ലോ ഇപ്പോഴത്തെ ആ ഒരു നമ്മുടെ ശ്രീകാന്തിന്റെ ലക്ഷ്യം. ഇപ്പൊ അതുകൊണ്ട് തന്നെയാണ് ശ്രീകാന്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. എന്നാലും ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ സച്ചിയല്ല, രേവതി ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ് കേട്ടോ. അടിപൊളി ഒരു സാരിയൊക്കെ കൊടുത്ത് ഒരു 2 മാലയൊക്കെ ഇട്ട് ചന്ദനക്കുറിയൊക്കെ തൊട്ട് ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി ഇത് കണ്ടിട്ട് കണ്ണിമച്ചിമാതി ഇങ്ങനെ നോക്കാണ് കേട്ടോ. ആഹാ, അടിപൊളി, കൊള്ളാലോ. ആരാണെങ്കിലും ഒന്ന് നോക്കി പോകും നമ്മുടെ രേവതിനെ. അതുപോലെ രേവതി നല്ല അടിപൊളിയായിട്ട് ഒരുങ്ങിയേക്കുന്നത്. സച്ചി നോക്കിയത് എന്താ ഇങ്ങനെ നോക്കുന്നതെന്ന് ചോദിച്ചു. എല്ലാവർക്കും ദിവസം കഴിയുന്തോറും വയസ്സ് കൂടിക്കൂടിയാ വരുന്നത്, നിനക്ക് മാത്രം വയസ്സ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ, ഇതെങ്ങനെ സംഭവിക്കുന്നു, ഇതിന്റെ രഹസ്യം എന്താണ്? ഇന്ന് നീ എന്നത്തെക്കാളും സുന്ദരിയാ. ഓ പിന്നെ ഇത് വേറെ എന്തോ മനസ്സിൽ കണ്ടിട്ട് എന്നെ സുഖിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ലേ. എന്തു മനസ്സിൽ കാണാന്? ഞാനൊന്നും മനസ്സിൽ കണ്ടിട്ടില്ല. അല്ല, ഇന്ന് ഫംഗ്ഷൻ നടക്കുകയാണല്ലോ, കുടിച്ചാൽ ഞാൻ വഴക്ക് പറയാതിരിക്കാൻ വേണ്ടിയിട്ട്. അയ്യോ, ഞാൻ പറഞ്ഞതൊക്കെ പിൻവലിച്ചേ, കാഴ്ചയല്ലേ, നീ ചെറിയ വേണ സംസാരം ഉണ്ടല്ലോ, കിളവികളെ പോലെയാ. ഓഹോ, അപ്പൊ ഞാനൊരു കിളവിയാണെന്നല്ലേ നീ എന്നെ കൂടെ പറയിപ്പിക്കുന്നല്ലേ? നീ സുന്ദരിയാണെന്നല്ലേ ആദ്യം പറഞ്ഞത്, അപ്പോഴത്തേക്കും അതും കുറ്റമായി. നീ ഒന്ന് പോയേ. ഞാനേ സുന്ദരിയാണെങ്കിലേ സച്ചേട്ടൻ അതിലും വലിയ സുന്ദരനാ. സുന്ദരൻ, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതെ, സച്ചേട്ടൻ റെഡി ആയിട്ട് വന്നാൽ ഇതിലും കൂടുതൽ സുന്ദരനാകും. ഓ, നീ എന്തെങ്കിലും മനസ്സിൽ കണ്ട ഇനിയിപ്പൊ എന്നെ സുഖിപ്പിക്കാൻ പറഞ്ഞതാണോ? ഓ, ഞാൻ വിട്ടു. സച്ചേട്ടനോട് സംസാരിച്ച് നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. ചില സമയത്ത് നിന്നോട് സംസാരിച്ച് നിൽക്കാനും എന്നെ കൊണ്ട് പറ്റത്തില്ല. അതുമാതിരിയുള്ള ഡയലോഗ് അടിക്കുന്നത്. അത് പിന്നെ അതൊക്കെ ഞാൻ നിങ്ങളെ കണ്ടു പഠിച്ചതല്ലേ. ഈ കോപ്പ് ശരിയാവുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സാരിയുടെ പ്ലീറ്റ് ഒക്കെ ഇങ്ങനെ പിടിച്ചിടുക രേവതി. അപ്പം സച്ചു പറഞ്ഞു, എന്താ ശരിയാവുന്നില്ലെന്നേ, അതൊക്കെ പറയണ്ടേന്ന് പറഞ്ഞിട്ട് പ്ലീറ്റ് ഒക്കെ ഇങ്ങനെ പിടിച്ചു കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ സച്ചി രേവതിക്ക്. ഇപ്പൊ ശരിയാക്കി തരാന്ന് പറഞ്ഞ് സാരിയുടെ പ്ലീറ്റ് ഒക്കെ ഇങ്ങനെ പിടിച്ചു കുത്തിയൊക്കെ കൊടുക്കുന്നു. എന്തൊരു സ്നേഹം കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. നല്ല അടിപൊളി അടിപൊളി ഒരു സീനാണ് കേട്ടോ. അപ്പൊ ഇതേ സമയം പിന്നെ കാണിക്കുന്ന നമ്മുടെ ശ്രീകാന്ത് ആണെങ്കിൽ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്.
വർഷ എന്ത് ചെയ്താ ഫോണും എടുക്കുന്നുമില്ല. ഇതെന്തു പറ്റി? എല്ലാരും റെഡി ആയല്ലോ, വർഷ ഫോണും എടുക്കുന്നില്ലല്ലോ എന്ന്. ഫംഗ്ഷൻ നടക്കാൻ പോവാണല്ലോ, അപ്പൊ അതുകൊണ്ട് വർഷ ഇല്ലാതെ വെഡിങ് ആനിവേഴ്സറി ഫംഗ്ഷൻ നടക്കുമോ? അങ്ങനെ ആകെപ്പാട് നമ്മുടെ ശ്രീകാന്ത് പെട്ടുപോയി കേട്ടോ. ഇപ്പൊ പ്രിയ കാരണം ശ്രീകാന്ത് പെട്ടൊരവസ്ഥയാണ്. അങ്ങനെ വിളിച്ചിട്ടും ഫോൺ എടുക്കുന്നില്ല. ആകെപ്പാട് ടെൻഷൻ അടിച്ച് കറങ്ങി തിരിഞ്ഞ് തെറ്റി നമ്മുടെ ശ്രീകാന്ത് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി രേവതിയും വന്നു. അപ്പൊ ശ്രീകാന്തിനെ കണ്ടതും എന്ത് പറ്റിയുടെ ഏതെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. അല്ല, വർഷം ഇവിടെ അവള് സ്റ്റുഡിയോ പോയിരിക്കുകയാണ്, വർക്ക് കഴിഞ്ഞ് ഇപ്പൊ വരും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറഞ്ഞു, ശ്രീകാന്തെ നീ കള്ളം പറയല്ലേ, നീ കള്ളം പറയാ, നീയും വർഷയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞങ്ങള് തമ്മിലോ? എന്ത് പ്രശ്നം? ഒരു പ്രശ്നവും ഇല്ലാടത്തി. എടാ, ഞാൻ നിന്റെ ഏട്ടനാ, കള്ളം പറയാണ് നീ, സത്യം പറയടാ, എന്താണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? നിന്റെ മുഖം കണ്ടാലേ നന്നായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാവും എന്തോ പ്രശ്നമുണ്ട്. പറയടാ, വർഷം എവിടെ പോയതാന്ന് പറഞ്ഞു. അത് പിന്നെ സച്ചേട്ടാ, അവളിപ്പോ എവിടെയാണെന്ന് എനിക്ക് അറിയില്ല സച്ചേട്ടാ. അറിയില്ലെന്നോ? എന്താണ് ഈ പറയുന്നത്? അറിയില്ലെന്നോ? അത് പിന്നെ ഞാൻ കുറെ തവണ അവളെ വിളിച്ചു, അവൾ ഫോൺ എടുക്കുന്നില്ല, ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുക. എന്തൊരു കഷ്ടമാടാ ഇത്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്ക് കൂടിയോ? അവൾ പിണങ്ങി എങ്ങനെ പോയതാണോ? അത് പിന്നെ വഴക്ക് കൂടിയെന്ന് ചോദിച്ചാൽ അത് പിന്നെ അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി ചോദിച്ചു, എന്താടാ പറയടാ, പ്രശ്നം എന്താടാ? അത് പിന്നെ ഏട്ടാ അത് എന്ന് പറഞ്ഞിട്ട് അവിടെ നടന്ന സംഭവം മുഴുവൻ, അതായത് പ്രിയ വന്ന് വീണതും പ്രിയനെ എടുത്തുകൊണ്ട് പോയതും അത് വർഷ കണ്ടതും ഒക്കെ പറഞ്ഞു. ഇത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ രേവതി തലയെ കൈവച്ചു കേട്ടോ. വല്ലാണ്ടായി പോയി രേവതി. ഏതായാലും ശ്രീകാന്ത് ഈ സമയം പറഞ്ഞു, എന്നോടൊന്നും പറയാതെ ദേഷ്യത്തിൽ പോയത്, എവിടേക്ക് പോയെന്നറിയില്ല, എത്ര തവണ ഞാൻ വിളിച്ചെന്നറിയാമോ, ഫോണും എടുക്കുന്നില്ല, ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത്? ഇപ്പോഴാണെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും സച്ചു പറഞ്ഞു, അവള് ദേഷ്യപ്പെട്ട് പോകാൻ മാത്രം അവിടെ എന്താ ഉണ്ടായത്? ആ പെണ്ണിന് നടക്കാൻ വയ്യാത്തത് കൊണ്ട് നീ ഒന്ന് ഹെൽപ്പ് ചെയ്തല്ലേ? അപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു, വർഷയുടെ കണ്ണിൽ അത് തെറ്റായി തോന്നിയതായിരിക്കാം. അതിലെന്താ രേവതി തെറ്റുള്ളത്? ശ്രീകാന്ത് അങ്ങനെ ഒരുത്തനാണോ? അവനെ അറിയത്തില്ലേ? പ്രണയിച്ച് കല്യാണം കഴിച്ചല്ലേ ഇവര്? എന്റെ പൊന്നു സച്ചേട്ട, ഒച്ച വയ്ക്കാതെ പതുക്കെ പറ, മറ്റുള്ളവർ കേൾക്കും. ശ്രീകാന്ത് പറഞ്ഞു, എനിക്കാണ് പേടിയാവുക ഏട്ടാ, ഇനിയിപ്പൊ എന്താ ചെയ്യുന്നത്? വർഷ വന്നില്ലെങ്കിൽ ആകെ പ്രശ്നമാവില്ല, ഇനി എന്ത് ചെയ്യും? ഞാൻ അവിടെ പോയി തൈനി എങ്ങനെ നിൽക്കും വെഡിങ് ആനിവേഴ്സറിക്ക്? വർഷ എവിടെയെന്ന് എല്ലാവരും ചോദിക്കും, ഞാനപ്പോ അവരോട് എന്ത് പറയും? വർഷയുടെ അച്ഛനോടും അമ്മയോടും ഞാൻ എന്തു പറയും? അപ്പൊ സച്ചി അവിടെ വന്നിരുന്നിട്ട്, എടാ, അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ കാരണം നോക്കിയിരിക്കുക അവളുടെ വീട്ടുകാര്. അപ്പൊ രേവതി ചോദിച്ചാൽ അവള് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുക എന്നല്ലേ പറഞ്ഞു, അല്ലെങ്കിൽ ഒന്ന് വിളിച്ച് സംസാരിക്കായിരുന്നു. ഞാൻ പറഞ്ഞു അവള് കേട്ടേനെ, അവള് എന്തായാലും വന്നേനെ. അപ്പോഴത്തേക്ക് ശ്രീകാന്ത് പറഞ്ഞു, ഇനിയിപ്പോ എന്താ എടുത്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല. അതാ മോനെ, എനിക്കും അറിയില്ലല്ലോ, ഇനിയിപ്പോ എന്താ ഇതിനൊരു വഴി കണ്ടെത്തുക. നമ്മുടെ സച്ചി പറഞ്ഞു, ശ്രീകാന്തേ നീ ഒരു കാര്യം ചെയ്യ, എല്ലാവരും കൂടെ ഹോട്ടലിലേക്ക് വിട്ടോ. അല്ല, അപ്പൊ വർഷയോ ഏട്ടാ? അവളെയും കൂട്ടി ഞങ്ങൾ അങ്ങ് എത്തിക്കോളാം. ഏട്ടാ, അവളെവിടെയാന്ന് അറിയത്തില്ലല്ലോ. അവൾ എവിടെയാണെങ്കിലും അന്വേഷിച്ച് കണ്ടെത്തി ഞങ്ങൾ അവിടെ എത്തിക്കോളാം. ഫംഗ്ഷൻ തുടങ്ങുമ്പോഴത്തേക്കും അവളെയും കൊണ്ട് ഞങ്ങൾ അവിടെ എത്തിയിരിക്കും. അല്ല, അവള് വന്നില്ലെങ്കിൽ ഫംഗ്ഷൻ നടക്കത്തില്ല സച്ചേട്ടാ, എല്ലാവരുടെയും മുമ്പിൽ ഞാൻ അപമാനിക്കപ്പെട്ടില്ലേ? ശ്രീകാന്തെ, സച്ച് ഒരു കാര്യം പറഞ്ഞാൽ ചെയ്തിരിക്കും, അത് നിനക്കറിയില്ലേ? ഞങ്ങള് വർഷനെയും കൂട്ടി വരുന്നു പറഞ്ഞാൽ വന്നിരിക്കും, അത് ഉറപ്പായ കാര്യം തന്നെയാണ്. നീ പേടിക്കാതെ ഇപ്പൊ പോകാൻ നോക്ക്. രേവതിയും പറഞ്ഞു, ഫംഗ്ഷൻ നല്ല രീതിയിൽ തന്നെ നടക്കും, നീ ധൈര്യമായിട്ടിരിക്കുക, നീ ഇവിടെ ഉള്ളവരെ കൂട്ടിക്കൊണ്ട് ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ നോക്ക്. എന്നിട്ട് സച്ചി പറഞ്ഞു, നീ ഇത് വേറെ ആരോടും പറയാനൊന്നും നിൽക്കണ്ട, പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാകും, അതുകൊണ്ട് പറയണ്ടെന്ന് പറഞ്ഞു. അപ്പൊ വർഷം എവിടെയെന്ന് ചോദിക്കുന്നവരോട് വർഷം എവിടെയെന്ന് ചോദിക്കുമ്പോൾ സ്റ്റുഡിയോയിൽ ഇപ്പൊ തന്നെ വരുമെന്ന് പറഞ്ഞാൽ മാത്രം മതി, ഞങ്ങൾ എവിടെ പോയി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഗിഫ്റ്റ് മേടിക്കാൻ പോയിന്ന് പറഞ്ഞാലും മതി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്രീകാന്തിനെ സെറ്റാക്കി, ശ്രീകാന്തിനെ സേഫ് ആക്കി വിടുകയാണ് എല്ലാവരെയും കൂട്ടി. ഓഡിറ്റോറിയത്തിലേക്കാണല്ലോ ഫംഗ്ഷൻ നടക്കുന്നത്. ഈ ഒരു സമയത്ത് നമ്മുടെ സച്ചി ഒരുങ്ങാനും പോയിട്ട് ഇനി എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. അപ്പം രേവതി സച്ചിയുടെ പുറകെ ചെന്നിട്ട് ചോദിച്ചു, അല്ല, നമ്മളിനി എവിടെ ചെന്ന് കണ്ടുപിടിക്കാനാ? നമുക്ക് അവിടെ ജോലി ചെയ്യുന്ന സ്റ്റുഡിയോ പോയി നോക്കാം, ചിലപ്പോൾ അവിടെ കാണും. സച്ചേട്ട, അച്ഛനെ അമ്മേനെയും ഫംഗ്ഷൻ നടക്കുന്ന ഹോട്ടലിൽ കൊണ്ടുവിടണം. ബസ് ഇറങ്ങി അച്ഛമ്മേനെ കൂട്ടാൻ പോകണം. അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും? അതിനൊക്കെ നമുക്ക് എന്തെങ്കിലും ചെയ്യാം, നമുക്ക് ടാക്സിയൊക്കെ ഏർപ്പാടാക്കാം. ഞാനിപ്പം റെഡി ആയിട്ട് വരാം, രേവതി സമാധാനമായിട്ട് ഇരിക്കാൻ പറയാണ്. ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പൊ ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്ത് നമ്മുടെ ശ്രീകാന്ത് വീട്ടുകാരെല്ലാവരെയും കൊണ്ട് എത്തിച്ചു കേട്ടോ. ശ്രുതിനെയും അതുപോലെ തന്നെ ചന്ദ്രനെയും രവീന്ദ്രനെയും സുധീനെയും ഭാമയും ഒക്കെ ഉണ്ട്. അപ്പൊ ആകെ മൊത്തം ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലം കണ്ടിട്ട് ഭയങ്കര രസം, നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്ര അങ്ങോട്ട് പുളകം കൊള്ളുകയാണ് കേട്ടോ. എന്ത് രസമാണ്, ഡെക്കറേഷൻ ഒക്കെ നന്നായിട്ടുണ്ടല്ലോ എന്ന്. അപ്പോഴത്തേക്കാണ് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞത്, എങ്ങനെയാ നന്നാകാതിരിക്കുക, നമ്മുടെ രേവതി പോളല്ലേ ഡെക്കറേറ്റ് ചെയ്തത്,
ഓ, ആ സൈഡ് അത്രയ്ക്ക് പോരാ, ഇപ്പുറത്തെ സൈഡ് പോരാ. ഇപ്പോഴാ ഞാൻ ശ്രദ്ധിച്ചത്, പൂക്കളൊന്നും ഫ്രഷ് അല്ലെന്ന് തോന്നുന്നു. വേറെ ആരെങ്കിലും ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നേനെ. അത് കുശുമ്പിന്റെ പറച്ചിലാണെന്ന് നന്നായിട്ട് നമ്മുടെ രവീന്ദ്രനും കൂടെ നിൽക്കുന്നവർക്കൊക്കെ മനസ്സിലായി. അപ്പൊ അതിനോടൊപ്പം തന്നെ നമ്മുടെ ശ്രുതി പറയാ, ആ അതെ 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 അച്ഛ, ആ സൈഡിലൊക്കെ പൂക്കൾ കുറച്ച് വാടിയിരിക്കുന്നു, ഈ സൈഡിലും വാടിയിരിക്കുന്നു. ആ കണ്ടോ, എനിക്ക് മാത്രമല്ല എന്റെ മോനും തോന്നിയെന്ന് ചന്ദ്ര. അപ്പോഴത്തേക്കും ഭാവി അവിടെ നിൽക്കാം. ഭാമ അവിടെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര, അതെ എന്റെ കൂടെ സെൽഫി എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടോ നിനക്ക്, എന്നാ ബാ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഭാമ പറഞ്ഞു, ആ ആ വാ 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 നമുക്ക് എടുക്കാന്ന് പറഞ്ഞ അവർ സെൽഫി എടുക്കാൻ പോയി. ഇതിനിടയ്ക്ക് ശ്രുതിയും സെൽഫി എടുക്കാൻ പോകുന്നു. അങ്ങനെ എല്ലാവരും മാറി തിരിഞ്ഞൊക്കെ സെൽഫി എടുക്കുന്ന രവീന്ദ്രൻ ഇതിങ്ങനെ നോക്കുകയാണ്. ഏതായാലും ഈ ഒരു സമയത്ത് നമ്മുടെ ചന്ദ്ര അടിപൊളി സെൽഫി ഒക്കെ എടുത്തോണ്ട് നിൽക്കുകയാണേ. അപ്പോഴാണ് നമ്മുടെ ശ്രീകാന്ത് അവിടെ നിന്ന് എന്തൊക്കെയോ സംസാരിക്കുന്നത് ഫോണിൽ വിളിച്ച് ചന്ദ്ര കണ്ടത്. ചന്ദ്രയ്ക്ക് മനസ്സിലായി ശ്രീകാന്തിന്റെ മുഖഭാവം ഒക്കെ കണ്ടപ്പോ എന്തോ ഒരു ടെൻഷൻ ഉണ്ട്. അപ്പൊ ഭാമയ്ക്ക് മനസ്സിലായി. അപ്പൊ ഭാമ ചോദിച്ചു, അല്ല ചന്ദ്ര എന്ത് പറ്റി, ശ്രീകാന്തിന് ഒരു ടെൻഷൻ, അവൻ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണല്ലോ. അതെയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പതുക്കെ നമ്മുടെ ശ്രീകാന്തിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. ഏതായാലും അമ്മയല്ലേ, ടെൻഷൻ അടിക്കുന്ന കാണുമ്പോൾ മനസ്സിലാവില്ല. അങ്ങനെ നമ്മുടെ ശ്രീകാന്തിനോട് ചോദിച്ചു, എടാ നീ എന്താ ഇവിടെ നിൽക്കുന്നത്, അവളെ അവിടെ നിന്ന് വിട്ടോ? അല്ല, അവളിപ്പോ വരും. രണ്ടുപേരും ഒരുമിച്ചല്ലായിരുന്നോ വരേണ്ടത്, ഇപ്പൊ നീ വന്നു അവളില്ല, ആളുകൾ എന്ത് വിചാരിക്കും? അമ്മേ അവള് വരൂ അമ്മേ, അവൾക്ക് ഇച്ചിരി തിരക്കായി പോയി, ഇനി എപ്പോ വരാനാ മോനെ? നീയേ അവളെ ഇഷ്ടത്തിന് അഴിച്ചു വിട്ടിരിക്കുക, അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ. ഇതൊക്കെ കൊണ്ടാ ഞാൻ നിന്നോട് പറഞ്ഞത്, നീ അവളെ നിന്റെ കൺട്രോളിൽ വെക്കണമെന്ന്. അവളിങ്ങനെ അഴിഞ്ഞാടി നടക്കുകയല്ലേ. ദേ അമ്മ വേണ്ടാത്തൊന്നും പറയാതെ, അമ്മ ടെൻഷൻ ആകാതിരിക്കുക. അവൾ ഇങ്ങോട്ട് എത്തില്ലേ, പിന്നെ എന്തിനാ അമ്മ ടെൻഷൻ ആകുന്ന? അപ്പൊ നമ്മുടെ രവീന്ദ്രനും എന്തൊക്കെയോ ചെറിയൊരു ഡൗട്ട് അടിച്ചു കേട്ടോ. അപ്പൊ രവീന്ദ്രനും അങ്ങോട്ടേക്ക് ചെന്നു കേട്ടോ, നമ്മുടെ ചന്ദ്രയുടെയും ശ്രീകാന്തിന്റെ അടുത്തേക്ക്. അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, അല്ല നീ എന്താടി പറയുന്നത് ചന്ദ്രൻ, നിനക്കൊരു നിയമം മരുമക്കൊക്കെ വേറൊരു നിയമം, നീ എന്റെ കൺട്രോളിൽ നിന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ നിനക്ക് എന്താടി അർഹത ഇരിക്കുന്നത് പറയാനായിട്ടെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറഞ്ഞു, ഇതിനുള്ള മറുപടി ഞാൻ പിന്നെ തരാമേ, ഇപ്പൊ തരുന്നില്ല. ദേ നീ വർഷേനെ വിളിക്കാൻ നോക്ക്. ആ അമ്മയെ ഞാൻ വിളിച്ചു, ഇപ്പൊ തന്നെ അവൾ ഇങ്ങോട്ട് വരും, അവള് വന്നോളും, അമ്മ പേടിക്കണ്ട, സമയമാകുമ്പോ അവൾ എത്തും. ഏതായാലും ഈ ഒരു സമയത്ത് ആൾക്കാരൊക്കെ വരാൻ തുടങ്ങി കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രനും പറഞ്ഞു, അത് പിന്നെ ശ്രീകാന്ത് നീ ആൾക്കാരെ പോയി സ്വീകരിച്ച് ആളുകളൊക്കെ വരാൻ തുടങ്ങി എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ചന്ദ്രയാണെങ്കിൽ, അയ്യോ കണ്ടില്ലേ രവിയേട്ട, അവന്റെ മുഖമൊക്കെ വാടിയിരിക്കുന്നു, അവൻ നല്ല ടെൻഷൻ ഉണ്ടെന്ന് തോന്നുന്നു, എന്തോ പറ്റിയെന്ന രവിയേട്ട തോന്നുന്നത്. അപ്പൊ രവീന്ദ്രനും എന്തൊക്കെയോ തോന്നുന്നുണ്ട് കേട്ടോ, എന്തോ ഒരു ചെറിയ ടെൻഷൻ നമ്മുടെ ശ്രീകാന്തിനുണ്ടെന്ന്. അങ്ങനെ ഓരോരുത്തർ വരുന്നു, ഓരോരുത്തർ വന്നിട്ട് പതിയെ നമ്മുടെ ശ്രീകാന്ത് ക്ഷണിച്ച് അകത്ത് കൊണ്ടിരുത്തുന്നു. വർഷം എന്തെങ്കിലും ചോദിക്കുമ്പോൾ സ്റ്റുഡിയോയിൽ നിന്ന് ഇപ്പൊ വരും, കുറച്ച് തിരക്കാന്നൊക്കെ പറയുന്നു. ഇതിനിടയിൽ ടെൻഷനും നമ്മുടെ ശ്രീകാന്ത് അനുഭവിക്കുന്നുണ്ട്. അപ്പൊ സച്ചി ആണെങ്കിൽ അവിടെ ഇവിടെയൊക്കെ തിരിഞ്ഞ് കറങ്ങി നടക്കുകയാണ്. സച്ചിയുടെ അവധി എങ്ങനെയെങ്കിലും ഒക്കെ കണ്ടുപിടിക്കണമല്ലോ. അവിടെ ഇവിടെയൊക്കെ അന്വേഷിച്ചൊന്നും കാണുന്നില്ല. അങ്ങനെ നമ്മുടെ ശ്രീകാന്ത് വിളിക്കുക സച്ചിനെ ശ്രീകാന്ത് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എന്തോ നമ്മുടെ സച്ചി പറഞ്ഞു, കണ്ടില്ല, ഇപ്പൊ തന്നെ എത്താം, എവിടെയാണെങ്കിലും കണ്ടുപിടിച്ചോണ്ട് എത്താന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സച്ചി ശ്രീകാന്തിനെ സമാധാനിപ്പിക്കുകയാണ് കേട്ടോ. ഈ ഒരു സമയത്ത് പിന്നെ ഓരോരുത്തർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു, നമ്മുടെ വർഷേനെ തിരക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴത്തേക്കും അവിടെയാണ് ഇവിടെയാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്രീകാന്ത് ഒഴിഞ്ഞു മാറുന്നു. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ രവീന്ദ്രൻ ചന്ദ്രയോട് പറയാൻ തുടങ്ങി, ഇന്നെങ്കിലും അവൾക്ക് കുറച്ച് നേരത്തെ വരായിരുന്നു, ആളുകളൊക്കെ വന്നിരിക്കുന്നത് കണ്ടില്ലെന്ന്. അപ്പൊ പറഞ്ഞു, ഇപ്പൊ നിങ്ങക്ക് മനസ്സിലായല്ലോ, അവളെ മെഗാ സീരിയലല്ല ഡബ് ചെയ്യുന്നത്, പിന്നെ എങ്ങനെയാ അവള് വരുന്നത്, അവൾക്ക് വരാൻ സമയമൊന്നും കാണത്തില്ലെന്ന്. അപ്പം ന്യായം കൊണ്ടിട്ട് ഇവര് പറയുന്നതില്, കാരണം ചന്ദ്ര പറയുന്നതില് രവീന്ദ്രൻ പറയുന്ന ന്യായമുണ്ട്. ഇതുവരെ നമ്മുടെ വർഷം വന്നില്ലല്ലോ, രണ്ടുപേരും ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണല്ലോ. ഈ സമയത്ത് നമ്മുടെ അച്ഛമ്മ സ്പോട്ടിൽ എത്തുകയാണ് കേട്ടോ. അപ്പൊ അച്ഛമ്മേനെ കണ്ടതും രവീന്ദ്രന് ഭയങ്കര സന്തോഷമായി. ഇതേ അമ്മ വന്നല്ലോ എന്ന് പറഞ്ഞിട്ട് അച്ഛമ്മ ഓടി ചെല്ലാണ്. അപ്പോഴത്തേക്കും ശ്രീകാന്തിന്റെ അടുത്ത് ചെന്നിട്ട് അച്ഛമ്മ, മോനെ ശ്രീകാന്ത് കൊള്ളാലോടാ, ആളങ്ങ് മിടുക്കനായല്ലോ, നീ ഇങ്ങ് മാറിപ്പോയല്ലോ. അല്ല അച്ഛമ്മ വരുന്ന വഴിയാണോ? അവൻ എന്തോ തിരക്കായിട്ട് വേറെ ഏതോ ടാക്സിക്കാരനെയാ എന്നെ വിളിക്കാൻ വിട്ടത്. അപ്പോഴത്തേക്ക് രവീന്ദ്രൻ വന്നിട്ട് പറഞ്ഞു, അവന് കുറച്ച് തിരക്കായതുകൊണ്ടാ വേറെ ആളെ വിട്ടത്. അവനിങ്ങ് വരട്ടെ, അവന് ഞാൻ കൊടുക്കുന്നുണ്ട്. അല്ല നിന്റെ പെണ്ണെവിടെ, വർഷം എന്തി, വർഷനെ കണ്ടില്ലല്ലോ. അപ്പം നമ്മുടെ ചന്ദ്ര പറഞ്ഞു, അവള് വന്നില്ല അമ്മേ. അതെന്ത് പറ്റി അവള് വരാത്തത്? രണ്ടുപേരും ഇവിടെ വേണ്ടതല്ലേ, പിന്നെ അവള് മാത്രം എന്താ വരാത്തത്? അത് പിന്നെ അച്ഛമ്മേ, അവള് ഡബ് ചെയ്യാൻ വേണ്ടി പോയതാ, അവള് ലീവ് എടുത്തതായിരുന്നു, പക്ഷേ സ്റ്റുഡിയോയിൽ നിന്ന് അർജന്റ് ആയിട്ട് വിളിച്ചപ്പം അവൾക്ക് അങ്ങോട്ടേക്ക് പോകേണ്ടി വന്നു, അവൾ ഇപ്പൊ തന്നെ വരും. നീ ഇത് പറയാൻ തുടങ്ങിയിട്ട് കുറെ സമയമായില്ലോടാ, ഇതുവരെ എന്താണ് അവള് വരാത്തത് എന്ന്. അപ്പോഴത്തേക്കും അച്ഛമ്മ ഇങ്ങനെ വല്ലാണ്ട് നോക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും അച്ഛമ്മ ചോദിച്ചു, ഇനി അവള് കരുതി കൂട്ടി വരാതിരിക്കുന്നതാണോ? അല്ലല്ലല്ല എന്ന് ശ്രീകാന്ത് പറഞ്ഞപ്പോഴത്തേക്കും രവീന്ദ്ര പറഞ്ഞു, അമ്മയുടെ ഓരോ സംശയം എന്ന് പറഞ്ഞിട്ട് അതൊക്കെ രവീന്ദ്രനെ അച്ഛമ്മേനെ വിളിച്ചോണ്ടങ്ങ് മാറ്റിക്കൊണ്ട് പോയിട്ടോ. ആകപ്പാടെ വീണ്ടും നമ്മുടെ ചന്ദ്രയ്ക്കല്ലല്ലോ, ശ്രീകാന്തിന് ടെൻഷൻ. ഇതിനിടയിൽ നമ്മുടെ ശ്രുതിയോട് പറയാം, വർഷക്കീടിയായിട്ട് കുറച്ച് അഹങ്കാരം കൂടുന്നുണ്ട്. ഈ ഇരിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ വലിയ ഡബിങ് ആർട്ടിസ്റ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇത്രയ്ക്ക് വലിയ ബിസിനസ്മാനായ ഞാൻ പോലും വന്നില്ലേ, ഷെയിം പപ്പി ഷെയിം.
ഈ ഒരു സമയത്താണ് അടുത്ത 2 അവതാരങ്ങൾ വരുന്നത്. വേറെ ആരുമല്ല, നമ്മുടെ മഹിമയും മഹിമയുടെ ഭർത്താവ് മധുസൂദനും. അതായത് നമ്മുടെ വർഷയുടെ അച്ഛനും അമ്മയും. വന്ന ഉടനെ തന്നെ ഇത് നമ്മുടെ സ്റ്റാറ്റസിന് ചേരുന്ന ഹോട്ടലൊന്നും അല്ല, സ്വീകരിക്കാൻ പോലും ആരും ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് രണ്ടുപേരും പുറത്തോണ്ട് നിൽക്കുന്നത്. അപ്പൊ ശ്രീകാന്ത് കാണുക ചെയ്തിട്ട് ഇവരെ. മാത്രമല്ല മധുസൂദനൻ പറയാണ്, ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ വെച്ചാ മതിയായിരുന്നു. അവനെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ മോളുടെ മണ്ടത്തരം ഏട്ടാ. എനിക്ക് അവരെയൊക്കെ കാണുമ്പോ തന്നെ ചൊറിഞ്ഞു കയറുന്നു പറഞ്ഞപ്പോഴത്തേക്ക് തൽക്കാലം ചൊറിയാനൊന്നും നിൽക്കേണ്ട ഏട്ടാ, നമുക്ക് ചിരിച്ച മുഖത്തേക്ക് അകത്തേക്ക് പോകാന്നൊക്കെ പറഞ്ഞുകൊണ്ട്, ചിരിച്ച മുഖം കൊണ്ട് അകത്തേക്ക് പോകാന്ന് പറഞ്ഞുകൊണ്ട് ഇവർ അകത്തേക്ക് നേരെ ചെല്ലാണ്. ഒരു ചെറിയ പുഞ്ചിരിയൊക്കെ അഭിനയിച്ച്. ശ്രീകാന്തിനാണ് ചങ്കിടുപ്പ്. ഇതുവരെ വർഷം എത്തിയിട്ടില്ല, പിന്നെ ചങ്കിടിക്കാതെ ഇരിക്കുവോ? അങ്ങനെ വർഷയുടെ അച്ഛനും അമ്മയും അകത്തേക്ക് കയറി വന്നു. അങ്ങനെ നമ്മുടെ രവീന്ദ്രൻ അവിടെ ഉണ്ടായിരുന്നപ്പോ രവീന്ദ്രൻ ഇവരെ കണ്ടത് പെട്ടെന്ന് എണീറ്റ്. പിന്നെ രവീന്ദ്രനോട് ഒരു വിരക്തി ഉണ്ടല്ലോ ഈ പറയുന്ന മധുസൂദന്. അങ്ങനെ രവീന്ദ്രനെ കണ്ട് വലിയ രീതിയിൽ സംസാരിക്കുന്നൊന്നുമില്ല, ഒരു ഹായ് ഹലോ കൊടുത്തത് മാത്രമേ ഉള്ളൂ. മാത്രമല്ല ഇവർക്ക് അവിടെ നിന്ന് ചൂടോ ഉഷ്ണമോ അങ്ങനെയാണോ ഇങ്ങനെയാണെന്നോ ഒക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അയ്യോ AC ഇല്ലല്ലോ, AC ഇല്ലാതെ എന്തിനാണ് ഇങ്ങനെ ഒരു ഓഡിറ്റോറിയം എടുത്തത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഓരോ കുറ്റങ്ങൾ പറയുന്നു. ഇതിനിടയിൽ നമ്മുടെ വർഷേനെ കണ്ടില്ലല്ലോ. അപ്പൊ വർഷ എന്ത് ചെയ്യുന്ന ചോദിക്കുമ്പോഴത്തേക്കും വർഷ ഡബിങ് സ്റ്റുഡിയോയിലാണെന്ന് പറയാം. ഇതെന്ത് പറ്റി, അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കുന്നത്, അവൾ ഇതുവരെ വിളിച്ചിട്ട് എടുക്കുന്നില്ല, ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ എന്ന് ശ്രീകാന്തിനോട് ചോദിച്ചപ്പം അതെന്താണെന്ന് അറിയത്തില്ല, ഫോൺ സ്വിച്ച് ഓഫ് ആയത് ചിലപ്പോൾ ചാർജ് തീർന്നു പോയിട്ടായിരിക്കും എന്ന് പറയാം. അപ്പൊ അവിടെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും മധുസൂദൻ അങ്ങ് വെട്ടി വേർക്കുകയാണ്. എപ്പോഴും AC ഇരുന്നിരുന്ന് ഫാനിന്റെ തണുപ്പൊന്നും പോരാ. ഏതായാലും ഈ സമയത്ത് ഒരു AC മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് പോലും അവർക്ക് വേണ്ടായിരുന്നു. അപ്പോഴത്തേക്കുമാണ് മധുസൂദന്റെ പെണ്ണുമുള്ള നമ്മുടെ മഹിമ പറയുന്നത്, അവര് ഭയങ്കര അഭിമാനിയല്ലേ, അപ്പൊ പിന്നെ എങ്ങനെ AC മേടിക്കാനാ? അയാൾ ഭയങ്കര അഭിമാനിയല്ലേ, അഭിമാനം വെച്ചോണ്ട് നടക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയാ. AC ഇല്ലാത്തതിന്റെ എല്ലാ ഇതും ഉണ്ട് കേട്ടോ. AC ഇല്ലാത്തതിന്റെ ആ ഒരു വെപ്രാളവും പരവേശവും ഒക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. പകുതി ആക്ടിങ് ആണ് കേട്ടോ, പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ രവീന്ദ്രനെ കുറച്ച് കാണിക്കാൻ വേണ്ടി. ഏതായാലും ഈ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. നമ്മുടെ വർഷയും എവിടെയാണ്, വർഷേനെ തപ്പിപ്പിടിച്ചുകൊണ്ട് വരുമോ എന്നൊക്കെ കാത്തിരുന്ന് തന്നെ കാണാമേ. ഇപ്പൊ എല്ലാവരും മിസ് ചെയ്ത് കളയാതെ കാണും. ഇന്ന് രാവിലെ നമ്മൾ നമ്മുടെ ഫുൾ വിശേഷം ചെയ്യുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ അലീനയുടെ കഥ നമ്മൾ റിയൽ സ്റ്റോറിക്ക് അത് ചെയ്യുന്നുണ്ട്. അത് റിയൽ സ്റ്റോറിയിലും കയറി കാണാൻ ശ്രമിക്കും. എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ.